വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദ യോഗം. നമ്മൾ ഓരോ ശ്ലോകങ്ങൾ വീതം പോസ്റ്റ് 47 ശ്ലോകങ്ങൾ അങ്ങനെ തീർന്നു. എന്തായിരുന്നു അർജുന വിഷാദ യോഗം? ഇരുഭാഗത്തെയും സൈന്യങ്ങൾ യുദ്ധത്തിനൊരുങ്ങി നിൽക്കെ മഹായോദ്ധാവായ അർജുനൻ തന്റെ അടുത്ത ബന്ധുക്കളും ഗുരുക്കന്മാരും സ്നേഹിതന്മാരും 2 സൈന്യങ്ങളിലായി യുദ്ധം ചെയ്യുവാനും തങ്ങളുടെ ജീവൻ ബലികഴിക്കുവാനും സന്നദ്ധരായി വർത്തിക്കുന്നത് കണ്ട് ദുഃഖത്തിനും അനുകമ്പയ്ക്കും വശംവദനായി അർജുനൻ അധീരനാവുകയും അദ്ദേഹത്തിന്റെ മനസ്സ് പതറുകയും യുദ്ധം ചെയ്യുവാനുള്ള നിശ്ചയം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു 1-ാമത്തെ അധ്യായത്തിന്റെ പൊരുള്. കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധാരംഭം മുതൽക്ക് തന്നെ സന്നിഹിതനായിരുന്ന സഞ്ജയൻ 10-ാം നാളിലെ യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിലായി എന്ന വാർത്തയുമായി ഹസ്തിനപുരത്തിൽ മടങ്ങിയെത്തി. ഹസ്തിനപുരത്തിരുന്നു കൊണ്ട് തന്നെ യുദ്ധരംഗം നിരീക്ഷിക്കാനുള്ള ദിവ്യദൃഷ്ടി വേദവ്യാസൻ സഞ്ജയന് നൽകിയിരുന്നു. എങ്കിലും വിശ്വസ്തനായ മന്ത്രി എന്ന നിലയ്ക്ക് യുദ്ധരംഗത്ത് സജീവ സാന്നിധ്യം വേണമെന്ന് ഉള്ളതുകൊണ്ടാണ് സഞ്ജയൻ കുരുക്ഷേത്രത്തിൽ തങ്ങിയത്. ഭീഷ്മരുടെ പതനം വരയ്ക്കുമുള്ള യുദ്ധവാർത്തകൾ അന്തഭൂമനായ ധൃതരാഷ്ട്രരെ സഞ്ജയൻ അറിയിച്ചു. ആ വിവരണം ഒന്നും കൊണ്ട് തൃപ്തനാകാത്ത രാജാവ് എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കണമെന്ന് സഞ്ജയനോട് ആവശ്യപ്പെടുന്നു. ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധക്കൊതിയന്മാരായി വന്നണഞ്ഞ എന്റെ ആൾക്കാരും പാണ്ഡുപുത്രന്മാരും പിന്നീട് എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടിയായി സഞ്ജയൻ പറയുകയാണ്. രാജൻ വ്യൂഹരചന നടത്തി നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധനൻ ദ്രോണാചാര്യനെ സമീപിച്ചു പറഞ്ഞു, ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ദ്രുപദപുത്രനുമായ ദൃഷ്ടദ്യുമ്നൻ വ്യൂഹം ചമച്ചു നിർത്തിയിട്ടുള്ള പാണ്ഡവ പടയെ ഒന്ന് നോക്കിക്കണ്ടാലും. തുടർന്ന് പാണ്ഡവസേനയിലെ മഹാരഥന്മാരെയും സ്വപക്ഷത്തുള്ള ധീരന്മാരെയും പേരെടുത്തു പറഞ്ഞ് ദ്രോണർക്ക് പരിചയപ്പെടുത്തുകയാണ്. പെട്ടെന്ന് ദുര്യോധനന് ആനന്ദമുളവാക്കിക്കൊണ്ട് പിതാമഹൻ സിംഹഗർജനത്തോടെ ശംഖനാദം മുഴക്കി. തുടർന്ന് പാണ്ഡവപക്ഷത്തുള്ള പലരും പ്രശസ്തമായ ശംഖുകളെടുത്ത് ഊതി. ഉടനെ തന്നെ യുദ്ധവാദ്യങ്ങൾ ദിഗന്ധങ്ങളിൽ മുഴങ്ങി. വെള്ളക്കുതിരകളെ പൂട്ടിയ ദിവ്യമായ രഥത്തിൽ പാർത്ഥസാരഥിയെ മുന്നിലാക്കിക്കൊണ്ട് അർജുനൻ രംഗത്തെത്തി. പോർക്കളത്തിൽ ആരൊക്കെയാണ് നിൽക്കുന്നതെന്നും ആരോടൊക്കെയാണ് താൻ പൊരുതേണ്ടതെന്നും നോക്കിക്കാണും വിധം ഇരുപടയുടെയും നടുവിലായി തന്റെ തേര് നിർത്തണമെന്ന് അർജുനൻ ഭഗവാനോട് പറയുകയാണ്. ഭഗവാൻ അതനുസരിച്ച് രഥം സേനാമധ്യത്തിൽ നിർത്തി. പോർക്കളത്തിൽ നിൽക്കുന്നവരെ ആകെ പാർത്ഥനൊന്ന് നിരീക്ഷിച്ചു. ആചാര്യന്മാർ, പിതൃസ്ഥാനീയർ, പിതാമഹന്മാർ, പുത്രന്മാർ, പൗത്രന്മാർ, മാതുലന്മാർ,